ഇനി ഇന്നലെ വന്നൊരു വാർത്തയിലേക്കാണ്. ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ റെയിൽവേ വർദ്ധിപ്പിച്ചു എന്നായിരുന്നു ഇന്നലെ വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. 215 കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്കും നിരക്ക് കൂട്ടിയിരിക്കുകയാണ് റെയിൽവേ. ഈ വർധന വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. എന്താണ് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. തീർച്ചയായിട്ടും അത് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്താണെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു പുനഃപരിശോധന അത്യാവശ്യമാണ്. ഒരു പൈസ കിലോമീറ്റർ വർദ്ധിപ്പിക്കുക പറഞ്ഞാൽ നല്ലൊരു ശതമാനം വർധനവാണ് വരുന്നത്. അപ്പോൾ വലിയ പ്രയാസത്തിലാണ്. അത് സർക്കാർ അതിന് പിന്മാറണമെന്നാണ് പറയാനുള്ളത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ലേ റെയിൽവേയിലെ കൂട്ടുക. പക്ഷെ അതിനുള്ള സൗകര്യം അവരൊരുക്കി തരാമെന്നുള്ളതാണ് പിന്നത്തെ കാര്യം. ചാർജ് കൂട്ടുന്നതിനല്ല, പക്ഷെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം. അത് ബുദ്ധിമുട്ടാണല്ലോ. ഒന്നാമതാണെങ്കിൽ ഇവിടെ ജോലിയുമില്ല, പണിയുമില്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ടിക്കറ്റ് വർധന എങ്ങനെയും പിൻവലിപ്പിക്കലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ബസ്സിനേക്കാളും നമുക്ക് നല്ലത് ട്രെയിനല്ലേ. നമ്മൾ എല്ലാ പേരും എങ്ങനെയല്ലേ ഉപയോഗിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ട്രെയിനാണ് ഏറ്റവും കൂടുതൽ ഇതാവണം. അപ്പോൾ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. റേറ്റ് കൂട്ടിയാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടല്ലേ. എല്ലാ പാസഞ്ചറിനും ബുദ്ധിമുട്ട് ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. മാത്രമല്ല, ഇത് 6 മാസം കൂടുമ്പോൾ അവർ റെയിൽവേയുടെ ഒരു തീരുമാനം അനുസരിച്ച് അവർ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസം കൂടുന്തോറും ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ഇനി പ്രതികരിക്കാൻ ആരുമില്ല. എന്നാൽ ജനങ്ങൾ ആ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ ഇങ്ങനെ നമ്മുടെ ഈ ഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ പോലുള്ളവ ഈ നിരക്ക് കൂട്ടുന്നത് അത്ര നല്ലതല്ല എന്ന അഭിപ്രായമാണ് കൂടുതലായി ഉയർന്നു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.